വീട്ടിൽ കയറി എന്നെ അതിക്രമിച്ച് പിടിച്ചതാണ്. വീട്ടിൽ അകത്ത് കയറി പിടിച്ചതാണ്. അത് ഞാൻ കിടന്ന് കാർ കൂപ്പ ഇയാൾ വായൊക്കെ പൊത്തി. അപ്പോഴത്തേക്കിന് എൻ്റെ ചേടത്തിയൊക്കെ വരുവോ അവർ കാണുകയും ചെയ്തു. അവരോർത്ത് എല്ലാം കഴിഞ്ഞു പോയതാണ്. പിന്നെ എൻ്റെ കൂടെ അവൾ പറഞ്ഞില്ല വീട്ടിൽ കയറി പിടിച്ചെന്ന്. 2 പ്രാവശ്യം എൻ്റെ കൂടെ കോട്ടയത്ത് വന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഞാൻ പോയി പിടിച്ചിട്ടുള്ളൂ. അല്ല ഞാൻ ഇവിടെ വീട്ടിൽ പോയി പിടിച്ചിട്ടുണ്ട്. കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി പിടിച്ചിട്ടുണ്ട്. ഇല്ല വേണേൽ കൂട്ടുകാരനെ സാക്ഷിയാക്കാൻ വേണമെങ്കിൽ. പിടിച്ച സമ്മതത്തോടാണോ അതോ സമ്മതത്തോടു കൂടി? ഞങ്ങളുടെ ഭർത്താവ് കൊച്ചുമോൻ എന്ന് പറയും. പുള്ളി എന്നോട് ചോദിക്കുവാണ്, നീ എന്ത് വിശ്വസിച്ചാണ് ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്? ഇവനെക്കുറിച്ച് നിനക്ക് വല്ല അറിയുമോ? നിന്നെ ഞാനിപ്പം വീട്ടിൽ കൊണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇറങ്ങി വന്നില്ല, ഇനിയും ചെന്നാൽ എന്നെ വീട്ടുകാർ കൊണ്ടൊന്നും കയറ്റത്തില്ല, ആരും കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഈ പുള്ളി വേറെ അവിടെ അടുത്തുള്ള ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായിരുന്നു. തന്നെ ഞങ്ങളുടെ ഈര എന്ന സ്ഥലത്ത് തന്നെയാണ് വീടും സ്ഥലവും ഞങ്ങൾക്ക് മേടിച്ച് തന്നപ്പോഴത്തേക്കിന് പുള്ളി വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ചേട്ടനും വീട്ടിൽ താമസിക്കുന്ന അച്ഛനില്ല, അമ്മയുണ്ട്, പിന്നെ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഭാര്യയുണ്ട്, പിന്നെ ഞങ്ങൾ രണ്ടുമാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ പുള്ളിയാണെങ്കിൽ രാവിലെ ഇറങ്ങി അങ്ങ് പോകും, ഇൻസ്റ്റാൾമെൻറ്റ് പരിപാടി ഇറങ്ങിപ്പോവും. പിന്നെ ഞങ്ങളുടെ പിള്ളേരും ഉണ്ട്, ചേച്ചിക്കും കൊച്ചുണ്ട്, എനിക്കും കൊച്ചുണ്ട്. പുള്ളി വീട്ടിൽ ചിലവിനൊന്നും കൊടുക്കത്തില്ല. ചേട്ടനാണ് ചിലവിനെല്ലാം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ അവിടെ ഇതായി. ചേട്ടന് ഭയങ്കര ഈർച്ചയായി. ചേട്ടന് എന്നെയും കൊച്ചിനെ കൂടെ നോക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേക്കിന് അന്ന് തന്നെ രാത്രി തന്നെ ഈ പുള്ളിനെയും കൊണ്ട്, പുള്ളിക്ക് എന്തേലും ഇളയ മോനാ, കുടുംബം കൊടുക്കേണ്ടതാണ്, പുള്ളിക്ക് കുടുംബം കൊടുക്കത്തില്ല എന്നവർ പറഞ്ഞു. ചേട്ടനാണ് അധ്വാനിച്ചത്, അതുകൊണ്ട് ചേട്ടനെ കുടുംബം കൊടുക്കത്തുള്ളൂ, 1 ലക്ഷം രൂപ നിനക്ക് തന്നേക്കാമെന്നും പറഞ്ഞ് പുള്ളിക്ക് പുള്ളിയുടെ വീതമായിട്ട് 1 ലക്ഷം രൂപ കൊടുത്തു. പുള്ളി അന്ന് 1 ലക്ഷം രൂപ കയ്യിലോട്ട് മേടിച്ചപ്പോളെ പുള്ളിനെയും എന്നെയും കൊച്ചിനെയും കൂടെ അവരിറക്കി വിട്ടു. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കിയപ്പോൾ ഈ പുള്ളി കണ്ടു. പുള്ളി വണ്ടി എടുത്തോണ്ട് ഒറ്റപ്പോക്ക് പോയി. എന്നിട്ട് അവരെന്നെ കുറേ തെറി പറഞ്ഞു വീടിൻ്റെ വാതിൽക്ക് വന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ ഞാനല്ലല്ലോ മേടിച്ചെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു. പക്ഷെ അവരെന്നെ അതുകൊണക്കൊക്കെ തെറി പറഞ്ഞിട്ട് അങ്ങ് പോയി. പിറ്റേ ദിവസം ആയപ്പോഴും ഇല്ലേ ഇതുകൊണക്ക് തന്നെ, പിറ്റേ ഞായറാഴ്ച ആയപ്പോഴും അവർ വരുമോ. ഈ പുള്ളി ഉടനെ പോയിട്ടുണ്ടല്ലോ, എനിക്ക് എങ്ങോട്ട് പോകണം നടത്തില്ല, എനിക്കും പോകണ്ടേ. ഞാൻ എൻ്റെ പിള്ളേരെ എടുത്തോണ്ട് ഓടി വീട്ടിൽ ചെല്ലുക, എൻ്റെ വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്നപ്പോൾ അവരുണ്ടല്ലോ എൻ്റെ വീട് തിരക്കി അവിടെ വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ആങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ തെറി പറയുക. അപ്പം എന്നിട്ട് ആ തെറി പറഞ്ഞിട്ടൊക്കെ അങ്ങ് പോയി. ഞാൻ എന്നാ ചെയ്യാനാണ്? ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ ചെയ്യാനാണ്, ഞാനല്ലല്ലോ മേടിച്ചെന്ന് പറയാം. അവൻ പറയും അവൻ ഗുണം പിടിക്കത്തില്ല. അവരങ്ങ് പ്രാവുമായി പുള്ളിനെ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കും. ഉടനെ എൻ്റെ അച്ഛനും എൻ്റെ ആങ്ങളെയും കൂടെ പറഞ്ഞു, സുനു ഇനി മേലെ നീ ഇങ്ങോട്ട് വരരുത്, ഈ കടവൊക്കെ ആയിട്ട് ഈ പുള്ളി വരുത്തി വെച്ചതാ, ഈ കടവൊക്കെ ഉള്ളതുകൊണ്ട് നീ മേലെ ഇങ്ങോട്ട് വരരുത്, കാരണം ഞങ്ങൾക്കൂടെ നാണക്കേട എന്നും പറഞ്ഞു എന്നെ അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അയാൾ കടം വാങ്ങിച്ചത് മേലെ ഇൻസ്റ്റാൾമെന്റ് ഒന്നുമല്ല നമ്മുടെ വിഷയം. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ മീൻ കച്ചവടം നടത്തിയെന്ന് പറഞ്ഞത് അത് മാസം പൈസ ആയിരുന്നവരുണ്ട്, ആഴ്ച പൈസ ആയിരുന്നവരുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ ചന്ത ഡെയിലി മീൻ അവിടെ പൈസ അടയ്ക്കണം, ഡെയിലി അടയ്ക്കണം. അപ്പം നമ്മൾ ഡെയിലി അടയ്ക്കാനില്ലല്ലോ, ഇതെല്ലാം പറ്റുമല്ലേ. അപ്പോൾ ഇത് അടയ്ക്കാൻ വേണ്ടി ഇപ്പം പിറ്റേ ദിവസം മീൻ എടുക്കണ്ടേ, അടയ്ക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരാളോട് ചിട്ടിക്ക് എടുക്കുന്നത്, അല്ല പലിശ ചിട്ടിയാണ്, ഡെയിലി 100 രൂപ 200 രൂപ അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഈ വീട്ടുകാരെന്നോട് ഈ മീൻ മേടിക്കുന്നുണ്ട്, അപ്പോൾ ഈ പൈസ അങ്ങ് അടഞ്ഞു പൊക്കോളൂ. അത് ഇവർ പറയുന്ന പോലെ വീട്ടിൽ വന്ന് ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇനി 18000 ഈ ലൈജു എന്ന് പറഞ്ഞില്ലേ, ഈ ലൈജു എന്ന് പറഞ്ഞ വ്യക്തിക്ക് 18,000 രൂപ ബൈക്ക് ഇരിക്കുകയെന്ന്, അത് കുറേശ്ശെ കുറച്ച് അടയ്ക്കായിരുന്നു. അത് ഈ കുരുവി എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു, 10-ാം കളം. 2-3 തവണ നിങ്ങളെ പരപുരുഷ ബന്ധത്തിന്റെ പേരിൽ നാട്ടുകാരടക്കം പിടിക്കപ്പെട്ടു. പിന്നെ പിടിക്കപ്പെട്ടു. അപ്പൊ ഈ പുള്ളി പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണിനെ പോയി ഈര എന്ന സ്ഥലത്ത് പോയി, പൂർണ്ണ ഗർഭിണിയായ പെണ്ണ്, ആ പെണ്ണിനെ പോയി പിടിച്ചിട്ട് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ കൂടി തല്ലിയിട്ട് ഇതറിഞ്ഞപ്പോൾ പോലും ഞാൻ അതുപോണക്കാകുന്നു. ആരെങ്കിലും സഹിക്കുമോ സ്വന്തം ഭാര്യയോ? അപ്പോഴാണ് ഓരോ മനുഷ്യർ വന്ന് പറയുന്നത്, നിന്റെ കടപ്പാടം പോകാനുള്ള കാരണം ഈ ഓരോരോ വ്യക്തികളാണ്, ഇന്ന സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞത്. ഏതൊക്കെ സ്ത്രീകളുമായിട്ട്? അവിടെ അടുത്ത് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഈരെ താമസിച്ചപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുമായിട്ട് ഈ പുള്ളിക്ക് ബന്ധമായിരുന്നു. നിന്നെക്കുറിച്ച് എനിക്കറിയാം, നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, നീ ഒപ്പിട്ട് തന്നാൽ മതി, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ജീവിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ചങ്ങനാശ്ശേരി ബാങ്കിൽ കൊണ്ട് ആധാരം ഒപ്പിട്ട് 50,000 രൂപ മാത്യു എന്ന് പറഞ്ഞ പുള്ളിക്ക് എടുത്തു കൊടുത്തു. ശരിയാണല്ലോ, മൊത്തം 25,000 രൂപ കിട്ടും. അത് 25,000 കൊടുക്കാനുള്ളത് ഇത് കുമരകത്ത് വന്ന കടം മറ്റേ പൈസ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ പൈസ എന്നാണ് 25,000 രൂപ കൊണ്ട് കുമരകത്ത് കൊണ്ട് അഡ്വാൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇവർക്ക് കൊടുക്കണ്ടേ, അതിനാണ് മാത്യു. ഇപ്പോൾ 2 പേരുടെ പേരിലുള്ള ആധാരം കിടക്കുന്നത്. ഞാൻ പറഞ്ഞ 25,000 കൊടുക്കണമെങ്കിൽ മാത്യൂസ് ഈ KSFB ചിട്ടിന്ന് എടുത്തു തരും, നമ്മൾ ആധാരം കൊടുത്താൽ അവർ വാങ്ങിച്ച് പുള്ളിയെ പൈസയൊന്നുമില്ല, അതിന് പൈസ തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊണ്ട് ബാങ്കിൽ കൊണ്ട് പൈസ മേടിച്ചത്.
അല്ലാതെ അന്ന് തന്നെയാ പിറ്റേ ദിവസം ഈ സംഭവം എന്നെ ഇങ്ങനെ കരിവാക്കിയിട്ട് പിറ്റേ ദിവസം തന്നെ ഈ പുള്ളി എന്നെയും കൊണ്ട് പോകുമായിരുന്നു ആശുപത്രി. എൻ്റെ വീട്ടുകാരോട് എല്ലാവരും പറഞ്ഞു ഇവളെ ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞ് പോയിട്ട് ബാങ്കിൽ കൊണ്ട് ഒപ്പിടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അനീഷുമായിട്ട് പോകാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും വഴക്കാം. ഞാൻ എന്നിട്ട് എനിക്ക് നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ അങ്ങനെ നിന്ന് നടന്നവളൊന്നുമല്ല, നല്ലതായിട്ട് ജീവിച്ചവൾ തന്നെ. നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. ഉപ്പില്ല ഇട്ട് കഴിഞ്ഞിട്ട് ഈ പുള്ളി എന്നെ സ്ഥിരം അടിയാണ്, ഈ അജയുടെ പേരും പറഞ്ഞുകൊണ്ട് ഭയങ്കര അടിയാണ്. അങ്ങനെയായി ഞാൻ മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ചു, ദേഹത്ത് തീ കൊളുത്തിയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ആ വാടക വീട്ടിൻ്റെ അവിടെ തന്നെ അതിനകത്ത് മുറിക്കകത്തെല്ലാം വെള്ളമായിരുന്നു. ഈ പുള്ളി ചവിട്ടി എന്നെ വെള്ളത്തിൽ തള്ളിയിട്ട് എന്നിട്ടും കുറേയൊക്കെ പൊള്ളി, ദേഹമൊക്കെ പൊള്ളി. ഈ പുള്ളി തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുന്ന് മാറണം, ഇവിടെ ഈ പുള്ളി തന്നെ വരുത്തി വെച്ചിട്ട് ഞങ്ങൾക്ക് നാണക്കേടായി ഇവിടുന്ന് മാറണമെന്ന് ഈ സുനിയോടാണ് പറഞ്ഞത്. നിങ്ങളൊരു വീട് അന്വേഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട്.